Hello? Hello, is this Karishma? Yes, this is Karishma. Who is this? കട്ടായോ? ആരാ ഇത് ഇംഗ്ലീഷിലൊക്കെ? പൈസ പോയോ? അയ്യോ, എന്താണ് ഫുൾ ടെൻഷനാണല്ലോ? ഇത് ഒരു കോൾ അറ്റൻഡ് ചെയ്ത് കട്ടായി പോയി. പിന്നെ എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുക. അത് ശരി, പൈസ പോയാ? എനിക്കറിയില്ല, എല്ലാം പുതിയ പിന്നെയും പോയി. ഇതാണ് പ്രശ്നം. നീ നിന്റെ ബാങ്കിൽ നിന്ന് അടുത്തെങ്ങാനും ഒരു വോയിസ് ബയോമെട്രിക് ഫീച്ചർ വല്ലതും എനേബിൾ ചെയ്തിട്ടുണ്ടോ? ഞാനന്ന് ചെയ്തായിരുന്നു. അപ്പൊ അതാണ് പ്രശ്നം. എന്താ? നിന്റെ ഫോൺ ഇപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിന്റും ഫേസ് ഐഡി ഒക്കെ ഉപയോഗിക്കത്തില്ലേ? അതുപോലെ ചില ബാങ്കുകൾ ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വോയിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര വലിയ ട്രാൻസാക്ഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അവിടെ പാസ്വേഡ് നമ്മൾ കൊടുക്കണ്ട, ഫിംഗർ പ്രിന്റ് കൊടുക്കണ്ട, ജസ്റ്റ് നമ്മുടെ വോയിസ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് എത്ര വലിയ എമൗണ്ട് വേണമെങ്കിലും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. സ്വാഭാവികമായിട്ട് തട്ടിപ്പുകാരും ഈ ഒരു പുതിയ ഫീച്ചർ ഉപയോഗിച്ച് തട്ടിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു കോൾ വന്നില്ലേ, എന്താ അവർ ചോദിച്ചേ? കരിഷ്മാണെന്ന് ചോദിച്ചപ്പോൾ നീ ആന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നിന്റെ സൗണ്ട് അവർക്ക് കിട്ടി. ഇപ്പൊ നിന്റെ വോയിസ് അവർക്ക് കിട്ടിയ സ്ഥിതിക്ക് അവരെന്ത് ചെയ്യും? അവർക്ക് പാസ്വേഡ് വേണ്ട, OTP വേണ്ട, ഒന്നും വേണ്ട. നിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് നിന്റെ അക്കൗണ്ടിൽ പൈസ മൊത്തം അടിച്ചു പോകാൻ പറ്റും. അവർക്ക് ലോൺ പോലും ഉപയോഗിച്ചെടുക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ട? പൈസ എല്ലാം പോയില്ലേ? ചെയ്യേണ്ടത് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇനി അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ അപ്പം തന്നെ അത് വോയിസ് മെയിൽ ആയിട്ട് വിടുക. രണ്ടാമത്തെ കാര്യം, ബാങ്കുമായിട്ട് ചെക്ക് ചെയ്യുക. അതായത് നിന്റെ വോയിസ് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ചെയ്താണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതുകൂടാണ്ട് വേർഡ് ഫ്രേസ് സെക്യൂരിറ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ബാങ്കുമായിട്ട് ചെക്ക് ചെയ്യുക, അനേബിൾ ആണോ എന്നുള്ള കാര്യം. പോയതോ പോയി. എത്ര പൈസ ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ? 150 രൂപ ഉണ്ടായിരുന്നു. Boss wala. Be the boss.